എനിക്ക് MRCയുടെ ഓഡിയൻസിനോടാണ് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയണമെന്നുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ടി വി ഐക്ക് നിങ്ങളോട് എന്തെങ്കിലും ഗ്രഡ്ജോ എന്തെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉപദ്രവിക്കാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് 2 സിറ്റുവേഷൻ ടിക്കറ്റ് വലിച്ചാൽ മാത്രം മതി. ഈ ലാസ്റ്റ് 2 സിറ്റുവേഷൻ ടിക്കറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഈ MRCക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന ഗ്യാങ് സസ്പെൻഷൻ 14 ഒരു 28 ഡേയ്സിനുള്ളത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ടിക്കറ്റ് വലിച്ചിട്ട് ഞാൻ അവിടെ പോയി ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ബ്രാവോയോടോ ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഈ 2 സിറ്റുവേഷനും വൺസ് എ ഗ്യാങ് മെമ്പർ ഓൾവേസ് എ ഗ്യാങ് മെമ്പർ എന്നാണ് നമ്മുടെ സിറ്റിയിലെ റൂൾ പ്രകാരം. പിന്നെ നിങ്ങൾ പറയുന്നതിൽ ഒരു ലോജിക്കില്ല. അതായത് ലോജിക്കില്ലെന്ന് ഞാൻ പറയാനുള്ള കാരണം അത് ഞാൻ കുറ്റപ്പെടുത്തുമല്ല. സിറ്റിസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ AR എടുത്ത് വെടിവെക്കാൻ പാടില്ല. നിങ്ങൾ അവിടെ MRC ആണെന്ന് മെൻഷൻ ചെയ്താലും ഇല്ലെങ്കിലും അതൊരു സിറ്റിസൺ സിറ്റുവേഷൻ അല്ല. അതാണ് ഈ സിറ്റിയിലെ റൂള്. നിങ്ങൾക്ക് റൂൾസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വന്ന് നോക്കാം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2 സിറ്റുവേഷനും വലിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്യാങ് സസ്പെൻഷനൊക്കെ എക്സ്റ്റെൻഡ് ആക്കുന്നതിനോടൊക്കെ പോകും. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. എൻ്റെ ടിവിയുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അതിനൊരു താല്പര്യമില്ല. അത് ഇപ്പോഴേ പറയുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രഡ്ജ് ഇല്ല, ഞങ്ങൾക്കൊരു ഇതില്ല. സിറ്റുവേഷൻസ് സംഭവിച്ചത് നിങ്ങളുടെ ലീഡറിനോടും അല്ല 2 ലീഡേഴ്സിനോടും ഞാൻ ഇന്നലെ വെളുപ്പിന് 5:30 വരെ ഇരുന്ന് സംസാരിച്ച് എൻ്റെ സൈഡ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് അവിടുന്ന് ആക്ഷൻസ് എടുത്തത് ഞങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ്റെ പുറത്തല്ല എന്ന് പറഞ്ഞായിരുന്നു. പുള്ളിക്ക് മാനേജ്മെൻറ്റിനോടും അതുപോലെ അവരോടുമുള്ള ഡിസ്റെസ്പെക്റ്റ് കൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ അവർ ഇന്നലെ കൊച്ചാപ്പിയെ പുറത്താക്കിയതിൽ എടുത്തതെന്നാണ് അവർ നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതെനിക്ക് ജസ്റ്റ് ഒന്ന് MRC ഓഡിയൻസിൻ്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു.